കേരളത്തിലെ തദ്ദേശ ചൂട് വളരെ വലിയൊരു ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പം കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള സ്ഥാനാർത്ഥികളിലെല്ലാം തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പക്ഷേ ഒരു ഫൈറ്റർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റാണ് മാം. എങ്ങനെയാണ് ഈ ഒരു കാക്കിയിൽ നിന്നും ഈ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രവേശനവും അതും പ്രവേശിച്ച സമയത്ത് തന്നെയുള്ള ഈ ഒരു എലക്ഷനും ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതെല്ലാം ഒരു നിയോഗം എന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല ഞാൻ. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് ഒരു വർഷത്തിനകം തന്നെ എനിക്ക് വൈസ് പ്രസിഡൻ്റായിട്ടുള്ളൊരു സ്ഥാനം കിട്ടി, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ എന്നോട് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ഇത് ഒരു ഫൈറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു മത്സരമാണ്. അപ്പോൾ യുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു കോമ്പറ്റീഷൻ. ഇതൊരു ജനവിധി തേടുന്ന കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇപ്പോൾ ഇതുവരെയുള്ള എൻ്റെ അനുഭവം അനുസരിച്ച് ഇവിടെയുള്ള ജനങ്ങൾ 100% എന്നോടൊപ്പം ആണെന്നൊരു വലിയ ഒരു പ്രതീക്ഷ ഒരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാനത് കാണുകയാണ് ദിവസവും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു DGP ലെവലിൽ നിന്നും ഇറങ്ങി വന്നൊരു കൗൺസിലർ എന്ന് പറയുന്നത് അതിന് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക അങ്ങനെ തന്നെയാണോ നേരിടുന്നത്? അതുകൊണ്ട് അല്ല, എല്ലാം സേവനമാണ്. ഒരു DGP റാങ്കിൽ ഇരുന്നപ്പോഴും സേവനമായിരുന്നു, IPS ഓഫീസറും സേവനമായിരുന്നു. ഇവിടെ ഒരു വാർഡ് കൗൺസിലറായിട്ട് മത്സരിക്കുന്നത് സേവനം. നമ്മൾ സേവനത്തിന് ഉച്ചനീചത്വങ്ങളില്ല, എല്ലാം സേവനമാണ്. ഒരു ജോലി കിട്ടുന്നു, ഒരു കർത്തവ്യം കിട്ടുന്നു, അപ്പോൾ അതനുസരിച്ച് ആ കർമ്മം നമ്മൾ ചെയ്യണം. അതാണ് സേവനത്തിൻ്റെ ഒരു മാനമാണ് ഞാൻ കണ്ടത്. അല്ലാതെ അതിനകത്ത് അതാണ് എന്നുള്ള ഉയർച്ച താഴ്ച അതൊന്നും നോക്കിയില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണെ തിരുവനന്തപുരത്തിന് കിട്ടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? മാം എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ? എനിക്ക് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള 33.5 വർഷം, അതിന് മുമ്പ് ഒരു ടീച്ചർ, ഒരു കോളേജ് അധ്യാപികയായിട്ടുള്ള ഒരു 1.5-2 വർഷം, പിന്നെ അതിനുശേഷം ഉള്ള വിരമിച്ച ശേഷമുള്ള ഒരു 4 വർഷത്തെ ഒരു സാധാരണ ജനത്തിൻ്റെ ഒരു പങ്കാളിയായിട്ടുള്ളൊരു സമൂഹത്തിലെ ജീവിതം. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് എനിക്കൊരു നല്ല കാഴ്ചപ്പാടുണ്ട്. പോലീസിനകത്തിരുന്നു കൊണ്ട് എന്തായിരുന്നു ഗവൺമെൻറ്, ഇവിടെ സർക്കാർ മാറി മാറി വന്ന ഇടത് വലത് മുന്നണികൾ എങ്ങനെയാണ് കേരളം ഭരിച്ചിരുന്നത്, എന്തുമാത്രം നശീകരണമാണ് അവരിവിടെ ഉണ്ടാക്കിയത് എന്നുള്ള നല്ലപോലെ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അഴിമതി രഹിതമായിട്ടുള്ള ഒരു നല്ല ഭരണം കേരളത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തത്. കാരണം ആ പാർട്ടിക്ക് മാത്രമേ അത് കഴിയൂ എന്നുള്ളത് നരേന്ദ്രമോദിജി തെളിയിച്ചതാണ്. ഇതിപ്പോൾ നമ്മളുടെ തുടക്കമാണ്. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി ഒരു അഴിമതി രഹിത ഭരണം, ഒരു വികസിത കേരളത്തിനും വികസിത അനന്തപുരിക്കുമായിട്ടുള്ള ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും കേരളത്തിനും തിരുവനന്തപുരത്തിനുമൊക്കെ വലിയ ഗുണം ചെയ്യും, ജനങ്ങൾക്കും സമൂഹത്തിനും വലിയ ഗുണം ചെയ്യും. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തത എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ തീരുമാനത്തിൽ മാത്രമല്ല, പലപ്പോഴും മുൻപാണെങ്കിലും എപ്പോഴും കോൺട്രവേഴ്സികൾ ഉണ്ടാകുന്നത് മാമിൻ്റെ പല തുറന്നു പറച്ചിലുകളും ഒരു വ്യക്തമായ ധാരണയോടുള്ള ഒന്നും മടിക്കാതെയുള്ള പറച്ചിലുകളിലൊക്കെയാണ്. അപ്പോൾ അത് തുടർന്നുണ്ടാകുമോ? എനിക്ക് സത്യസന്ധതയും ആത്മാർത്ഥതയും കുറച്ച് കൂടുതലാണ്. അതിനോട്ട് ഞാൻ ആ ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും എന്ത് കാരണം കൊണ്ടും ഞാൻ ആർക്കും അടിത്തറ പറയാനായിട്ട് തയ്യാറല്ല, പണയം വയ്ക്കാൻ തയ്യാറല്ല. സത്യസന്ധമായിട്ട് പറയുന്നത് ആളുകൾക്ക് ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവർ കുറച്ച് പേരുള്ളത് അവർക്ക് ചൊറിഞ്ഞു കയറുന്നത് കൊണ്ടാണ്. സത്യം ഇഷ്ടമില്ലാതെ വിവാദത്തിനും കള്ളത്തിനും നുണയ്ക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ ഇതുപോലെ വിവാദം ഉണ്ടാക്കും. സത്യസന്ധതയെ താഴ്ത്തിക്കെട്ടാനും അടിച്ചമർത്താനും ശ്രമിക്കും. ഇപ്പോൾ വിവാദം കുറച്ച് കൂടുതലാണ്, ഭയങ്കരമായ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കുന്നില്ല. എന്നെ അതൊരു കാരണവശാലും ഒരു എഫക്റ്റ് ചെയ്യുന്നതേ ഇല്ല. ഞാനതിനെ ശ്രദ്ധിക്കാനും പോകുന്നില്ല, തൃണവൽക്കരിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ വിവാദങ്ങൾ പറയുമ്പോൾ തന്നെ ഈ ആറ്റുകാലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല, ദുരാചരണങ്ങൾ തന്നെയാണ് വേണ്ട എന്ന് പറയുന്നതൊക്കെ മാം ഒരു സ്ട്രോങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പ്രതികരിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ്, അല്ലാതെ വിവാദങ്ങളല്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഐ എം നോട്ട് റെസ്പോണ്ടിങ് ടു എനി ഓഫ് ദീസ് കോൺട്രവേഴ്സീസ്. ഇനിയിപ്പം എങ്ങനെയായിരിക്കും മത്സരിച്ചൊരു മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്കൊക്കെ മാമിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒന്നും ഇല്ല. ഞാനൊരു കൗൺസിലർ എന്നുള്ള ഒരു മത്സരം ജയിച്ചു വരിക എന്നുള്ളതാണ്. BJP ഇവിടെ 55-60 സീറ്റുകൾ പിടിച്ചു വരും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു സാഹചര്യം വരുമ്പോൾ പാർട്ടി തീരുമാനിക്കും ഏറ്റവും നല്ല ഒരു കൗൺസിലറിനെ മേയറാക്കാൻ. അതുവരെ എനിക്ക്
കൗൺസിൽ ഈ തിരഞ്ഞെടുപ്പ് ജയിച്ചു വരിക, കൗൺസിലർ ആവുക എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ആശയം, എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോഴത്തെ കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യവും അതുപോലെ തന്നെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാലും നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ, ഇതൊക്കെ നമുക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടോ? ഒരു വെല്ലുവിളിയില്ല, ഒരു വെല്ലുവിളിയില്ല. ഇത് ആളുകൾ മനസ്സിലാക്കാത്ത കാര്യം, ഒരു അപവാദം പറയുമ്പോൾ അവരെ തന്നെയാണ് അത് തിരിഞ്ഞടിക്കുന്നത്. കാരണം ജനങ്ങൾക്കറിയാം കള്ളമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുള്ളത്. അതുകൊണ്ട് അത് അവരെ തന്നെ തിരിഞ്ഞു കൊത്തും. ഈ മുന്നുള്ള പ്രചരണം ആരംഭിക്കുമ്പോൾ തന്നെ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെയും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മേയറിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം മേയർ പറ്റിയാണെങ്കിലും ആ ഒരു ഭരണത്തിൽ സംതൃപ്തിയല്ല എന്നെല്ലാം പറയുന്നത് കേട്ടു. അപ്പം പറഞ്ഞത് ജനങ്ങളാണ് പറഞ്ഞത്, ജനങ്ങളുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല, ജനങ്ങൾക്കത് അറിയാം എന്ന മട്ടിലാണ്. ഈ ജേർണലിസ്റ്റുകൾ ട്വിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടല്ല, സത്യസന്ധമായിട്ട് ഹൃദയത്തെ കൈവച്ച് പറയൂ, അങ്ങനെയല്ലേ ജനങ്ങൾ പറയുന്നതെന്ന് അല്ലേ? ഞാൻ ചോദിക്കുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു ഇപ്പം BJPയുടെ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു മേയർ സ്ഥാനാർത്ഥി വരുമ്പോൾ ഈ എന്തായിരിക്കും ഇപ്പോൾ ഒരു വികസിത കേരളം എന്നുള്ളത് തന്നെയാണോ ഊന്നൽ കൊടുക്കുന്നത്? അഴിമതിരഹിത ഭരണം, വികസിത കേരളം, പിന്നെ ജനങ്ങൾക്ക് പരാതി ഉണ്ടാകാത്ത തരത്തിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് റെസ്പോൺസ് സിസ്റ്റം ടു കംപ്ലയിൻറ്റ്സ്. അത് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള IT, AI ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് സിസ്റ്റം. പിന്നെ ഫണ്ട് കൂടുതലായിട്ട് ലഭ്യമാക്കുക, അത് പ്യുവർലി വികസനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ലക്ഷ്യം. ഇപ്പോഴത്തെ ഭരണത്തിൽ സ്ത്രീകൾ സുരക്ഷ, പ്രത്യേകിച്ചും മാമിനെ പോലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് തോന്നുന്നുണ്ടോ? മാം ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ഭരണത്തിൽ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരൊന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് സ്ത്രീകൾക്കെതിരെ. മയക്കുമരുന്നിൻ്റെ അയ്യരുകളിയാണ് ഇവിടെ എല്ലായിടത്തും. ക്രിമിനൽ ആളുകൾ ഒരുപാട് പേര്, ഗുണ്ടാ സംഘങ്ങളൊക്കെ കൂടുന്നു. ഇതൊക്കെ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ. പക്ഷേ അതൊരു കൗൺസിലർ എന്നുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് കേരളം മൊത്തം ഭരണം പിടിച്ചെടുത്താൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം LDF സർക്കാരിൻ്റെ കൂടെയും അതുപോലെ തന്നെ UDF സർക്കാരിൻ്റെ കൂടെ എല്ലാം മാം അധികാരത്തിലിരുന്ന സമയത്തുണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം ആ സമയത്തെല്ലാം അത്രയും നല്ല അനുഭവങ്ങളല്ല എന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാമോ? അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല, കാരണം അതൊക്കെ കഴിഞ്ഞ സംഭവങ്ങളാണ്. അതിനെക്കുറിച്ച് പാസ്റ്റിനെ കുറിച്ച് ഞാൻ ബോധമല്ല. ഐ എം ഓൺലി ലുക്കിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ. എൻ്റെ കണ്ണ് അമ്പെയ്യുമ്പോൾ ആ ഒരു ടാർഗറ്റിലുള്ള കാര്യമില്ലേ, എനിക്ക് മറ്റൊരിടത്തോട്ടും ശ്രദ്ധയില്ല.